ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ സൺഡേ വ്ലോഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ മംഗളുണ്ടായിരുന്നു. സോ മംഗളത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി മൈലാഞ്ചിയൊക്കെ ഇട്ടിരുന്നു. ബട്ട് എൻ്റെ എന്തോ കളിക്കത് ഫുള്ള് കൊളായി. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെറിയൊരു തട്ടിക്കൂട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടു. അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മംഗളത്തിന് പോകുന്നതിന് മുന്നേ വേറെ അടുത്തും കൂടി പോകാനുണ്ട്. അതായത് ഇക്കാക്കാൻ്റെ ജോബിൻ്റെ ഭാഗമായിട്ട് ഒരു സൈറ്റ് വരെ പോകാനുണ്ട്. അപ്പോൾ അവരോട് നമ്മളെന്താക്കി ലൊക്കേഷനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ആ ലൊക്കേഷൻ തപ്പി പോവാണ്. അവിടെ പോയിട്ട് വലിയ പരിപാടിയൊന്നുമില്ല, ഒരു 10 മിനിറ്റിൻ്റെ പരിപാടിയായിട്ടേ ഉള്ളൂ. അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ കാറിൽ തന്നെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ നേരെ പോയത് മംഗലപ്പുരക്കാണ്. അവിടെ നിന്ന് നേരെ പോയത് നമ്മൾ മംഗലപ്പുരക്ക് എത്തിയല്ലോ. അതാണ് കാണുന്നതാണ് മംഗലപ്പുര കേട്ടോ. അവിടെ പോയിട്ട് എന്താ പറയുക, വെള്ളമൊക്കെ കുടിച്ചു, കസിനൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ മറ്റേ പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറേ നേരം കേട്ടു. പിന്നെ ഈവനിങ് ആയാൽ എന്താ പറയുക, ഉപ്പാൻ്റെ വീട്ടിൽ പോകാനാണ് പ്ലാൻ ഇട്ടത്. അതായത് ഉപ്പാൻ്റെ വീട് അവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. പിന്നെ അവിടെ എൻ്റെ ഉപ്പുമ്മ ഉണ്ട്. അപ്പോൾ ഉപ്പുമ്മയോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വരാൻ എന്തായാലും എന്തൊരു 8:30-9 മണി ആയിട്ടുണ്ടായിരുന്നു. ഇനി നേരെ നമ്മൾ തലശ്ശേരിയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ തലശ്ശേരിയിൽ പോകുന്നത് തന്നെ നമുക്ക് എന്താ പറയുക, ഒരാവശ്യത്തിനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയത് നന്നായെന്ന് പറയാം. കാരണം പോയപ്പോഴാണ് നമ്മൾ വണ്ടി സൈഡാക്കിയപ്പോൾ നമ്മളെ വണ്ടിയിൽ എന്താ പറയുക, പെട്ടെന്ന് പുകയൊക്കെ വരുന്നുണ്ട്. എന്തോ സ്മെല്ലും പുകയായിട്ട് നമ്മൾ വണ്ടി സൈഡാക്കിയതാണ്. അപ്പോൾ ഒരു നല്ലൊരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ഓട്ടോക്കാരനാണ്, ഓട്ടോ ടാക്സിക്കാരൻ. അയാൾ നിർത്തുകയും നമ്മളോട് ചോദിക്കുകയും എന്താ പറയുക, എന്താ പറ്റിയതെന്ന് നോക്കുമ്പോൾ നമ്മളെ റേഡിയേറ്ററോ എന്തില്ലേ ആ സാധനത്തിലുള്ള വെള്ളം എന്താ പറയുക, വെള്ളം ഇല്ലായിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കിയിട്ട് വെള്ളമൊക്കെ വാങ്ങിയിട്ട് അവർ തന്നെ നമുക്ക് റെഡിയാക്കി തരികയാണ് ചെയ്തത്. എന്താ പറയുക, അപ്പോൾ നമ്മളെപ്പോഴും കെയർ ചെയ്യണം. അതായത് നമുക്ക് എന്തെങ്കിലും പറ്റിക്കണോ നമുക്ക് സഹിക്കും, ബട്ട് നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് സഹിക്കില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അയാൾ വന്നത് കൊണ്ട് എന്താ പറയുക, കുഴപ്പമൊന്നും ഉണ്ടായിക്കില്ല. പിന്നെ തന്നെ അതിന് മുമ്പാണ് നമ്മളത് പോയപാട് ചെക്ക് ചെയ്തോല്ല പുകയേറ്റം വരുന്നുണ്ടോ, അതൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. നമ്മൾ പിന്നെ നേരെ വന്ന് നമ്മൾ കടൽപ്പാലത്താണ്. അവിടെ എന്തോ ഫുഡ് ഫെസ്റ്റ് പരിപാടി അങ്ങനെയായിട്ട് ഉണ്ടായിട്ട് നമ്മൾ നേരെ കടൽപ്പാലം വന്നിട്ട് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതായത് കാണാനായിട്ട് വന്നായിരിക്കും കേട്ടോ. അപ്പോൾ സെറ്റായിരുന്നു, ബട്ട് നല്ല വൈബൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വേഗം വന്നിരുന്നു. എന്താ പറയുക, ലേറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം വീട്ടിൽ പോകാൻ നേരെ നമ്മൾ പിന്നെ ഒരു ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ പ്ലാൻ ഇട്ടത്. അപ്പോൾ ലേറ്റ് ആയാൽ അധികം നമ്മൾ ഇവിടെ നിന്നാണ് എന്തെങ്കിലും ടീ അങ്ങനത്തെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാറാണ്. അപ്പോൾ ലൈറ്റായിട്ട് എന്താ നമ്മൾ വാങ്ങിയത്, കുറച്ച് സാധനമെല്ലാം വാങ്ങിയിട്ട് എല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോകാനുണ്ടായത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.